എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തലശ്ശേരി രീതിയിൽ വളരെ കുറച്ച് മസാലകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ മട്ടണാണ് എടുത്തിരിക്കുന്നത്. മട്ടൺ കുറച്ച് നാരങ്ങാനീരിലോ വിനാഗിരിയിലോ കഴുകിയെടുക്കാം. അതിനുശേഷം വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. ഈ മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് കുറച്ച് മീറ്റ് മസാലയാണ്. മാർക്കറ്റിൽ മട്ടൺ മസാല എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. അതിനും നല്ലത് ഇതുപോലെ മീറ്റ് മസാല ചേർക്കുന്നതാണ്. കുറച്ച് നാരങ്ങയും ഇതിലേക്ക് ആവശ്യമാണ്. ഈ വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടിൻ്റെ പകുതി മട്ടണിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1.5 സ്പൂൺ മീറ്റ് മസാലയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ പൊടി വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 1 നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാരിനേഷന് വേണ്ട ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചേരുവകളെല്ലാം മട്ടണിൽ നന്നായിട്ട് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കുന്നതാണ് നല്ലത്. ബാക്കി ചേരുവകളൊക്കെ തയ്യാറാക്കുമ്പോഴേക്ക് ഈ ഇറച്ചിയിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും. ബിരിയാണിക്ക് ഇവിടെ 6 സവോളയാണ് എടുത്തിരിക്കുന്നത്. 3 എണ്ണം നല്ല കനം കുറച്ചിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ബാക്കി 3 എണ്ണം കുറച്ച് കട്ടിയായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട്. RKG ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. RKG ഇല്ലെങ്കിൽ പകരം നെയ്യോ ഡാൽഡയോ ഉപയോഗിച്ചാലും മതി. ചൂടായ പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ RKG ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് കിസ്മിസും ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ചേർത്ത് ഒരു 2 മിനിറ്റിനകം തന്നെ ഇത് കോരി മാറ്റാം. ഒരുപാട് സമയം ഇത് എണ്ണയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ മാറി കരിഞ്ഞു പോകും. അടുത്തതായി ഈ എണ്ണയിലേക്ക് തന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സവോളയും വറുത്ത് കോരാം. കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ സവോളയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 2 നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവോള ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല. ഇത് കോരി വെച്ചതിന് ശേഷവും കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരും. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഇത് കോരി മാറ്റാം. അടുത്തതായിട്ട് ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. ഈ മട്ടൺ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നതേ ഉള്ളൂ. ഇത് വേകുന്നത് വരെയൊന്നും വറക്കേണ്ട ആവശ്യമില്ല. 2 സൈഡും ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. 2 സെറ്റായിട്ടാണ് ഇവിടെ മട്ടൺ വറുത്തെടുക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ നീളമുള്ള ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. ബസ്മതി റൈസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൈമ അരിയാണ് ഉപയോഗിക്കേണ്ടത്. ബിരിയാണി അരി മേടിക്കുമ്പോൾ കവറിന് പുറത്തായിട്ട് ഇതുപോലെ അരിയുടെ പഴക്കം എഴുതിയിട്ടുണ്ടാവും. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള അരി മേടിക്കുന്നതാണ് നല്ലത്. 240 മില്ലിയുടെ 3 കപ്പ് അരിയാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത്. ഏകദേശം 1 കിലോ പാക്കറ്റിൻ്റെ ഒരു പകുതിയിൽ കൂടുതലും എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് മട്ടൺ വറുത്ത എണ്ണയിൽ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് വേണ്ട അരിയും കൂടെ വറുത്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്കായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കഴുകി വെള്ളം വാർന്നു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഈ അരി ചെറു തീയിലൊന്ന് വറുത്തെടുക്കണം.
അരി വറക്കുന്ന സമയത്ത് തന്നെ അരിയുടെ നേരെ ഇരട്ടി അളവിലുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അതിലേക്കും കുറച്ച് ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇവ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളവും തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അരി എടുത്തിരുന്ന അതേ കപ്പിൽ തന്നെ നേരെ ഇരട്ടി അളവിലാണ് വെള്ളവും ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഈ സമയമായപ്പോഴേക്ക് വഴറ്റാൻ വെച്ചിരുന്ന കൂട്ടുകളൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം. ഈ സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും പൊടികൾ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അധികം മസാല ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 തക്കാളിയും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയമായപ്പോഴേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് വറുത്തുകൊണ്ടിരിക്കുന്ന അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിനി തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി ഇട്ടതിന് ശേഷവും കൂട്ടിവിടെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മട്ടൺ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഈ വഴറ്റിയെടുത്തിരുന്ന ഗ്രേവിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. അതിനുശേഷം ഇത് കുക്കറിൽ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മട്ടൺ നല്ല വേവുള്ളത് കൊണ്ടാണ് ഇതുപോലെ കുക്കറിലേക്ക് മാറ്റി വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആ മല്ലിയിലയുടെ തണ്ടോട് കൂടിയ കുറച്ച് ഇലഭാഗവും ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പുതിനയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഓരോ മട്ടണും ഓരോ വേവായിരിക്കും. അതിനനുസരിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയമായപ്പോഴേക്ക് ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു തരി പോലും വെള്ളമൊന്നുമില്ല. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചോറ് നല്ല കണക്കിന് വേവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം. ഈ സമയമായപ്പോഴേക്ക് മട്ടൺ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെറുതീയിലിട്ട് വറ്റിച്ചെടുക്കാം. ബിരിയാണിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി ചെയ്യേണ്ടത് ഇതൊന്ന് ദം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് പകുതി ചോറ് മാറ്റാം. ചോറ് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സവോള വറുത്ത് വെച്ചിരിക്കുന്നതും അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കുറച്ച് മല്ലിയില, പുതിനയില ഇവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടൺ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ ഇത് വിളമ്പുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുകയുള്ളൂ. മട്ടണൊക്കെ ഇവിടെ നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ചോറ് ചേർത്ത് കൊടുക്കാം. മാറ്റി വെച്ച ചോറും ഇതിന് മുകളിലായിട്ടിട്ട് ഇതൊന്ന് നിരത്തി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഉള്ളി വറുത്തതൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതീയിലൊരു 10-15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കഴിക്കാൻ നമുക്ക് ബിരിയാണി എടുക്കാം. അപ്പോഴേക്ക് ബിരിയാണിക്ക് നല്ല മണവും ടേസ്റ്റും ഒക്കെ ആയിട്ട് വരും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.